ഈറൻ, ഭാരം, അട്ടവിടൽ, അറുവൈ തുടങ്ങിയ 32 തരം പുറമരുന്നുകളാണ് ശരീരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പാരമ്പര്യവൈദ്യം നിഷ്കർഷിക്കുന്നത്. ഇതിൽ രണ്ടാം വിഭാഗത്തിൽ അതിനു മുമ്പ് 3000 വർഷങ്ങൾക്ക് മുമ്പ് ആചരണായ വളരെയധികം പ്രയോജനം ചെയ്യട്ടെ എന്ന് ഇതിലെ എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ വളർന്നു വരണം. അതാണ് അത് പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്നത്. തലച്ചോറിലേക്ക് പെട്ടെന്ന് അനുവാദം ഉണ്ടാകും. പക്ഷെ ആത്മീയമായ ഒരു പരിവേഷമുള്ള ഒരിക്കലും ഇരുത്താനായിട്ട് പോയിട്ടില്ല. കിടക്ക, അന്തരീക്ഷം, ഇതൊടുക്കി നിലനിൽക്കാൻ സാധിക്കും. നല്ല ഞാൻ കൊടുത്ത എല്ലാ സ്ത്രീകൾക്കും ഓപ്പറേഷനില്ല, സാധാരണ പ്രസവം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതെ, പിന്നെ 9 മാസം വരെ ഈ മുന്നോട്ട് കൊടുത്തു. 9ാം മാസം ശതാവധി ഷുഗർ നിയന്ത്രണം ഉണ്ടാകും. സ്ട്രോക്കിനറിയാലോ നമ്മുടെ തലച്ചോറിലേക്കുള്ള ഏറ്റവും കൂടുതൽ കൃത്യനിഷ്ഠയോടുകൂടി കൊണ്ടുപോകാൻ ഒരു കുടുംബത്തിലെ സ്ത്രീകൾ വളരെ നോക്കണം. പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും നമ്മൾ കാല് തൊടയിലേക്ക് അമർന്നു പോകുന്ന ആദ്യത്തെ 4 മാസങ്ങളിൽ പ്രത്യേകിച്ച്. പിന്നെ പുറത്ത് ഒഴിയാൻ പാടില്ല. യാതൊരുവിധമായ വിജയം ജലവും ആണ് ഉണ്ടാകണം. പത്രത്തിനുള്ള മറുപടി പ്രസംഗം കൂടി നടത്തിയിട്ടുണ്ട്. ഇത് പ്രസംഗിച്ചിട്ടുള്ള അപൂർവ അവസരങ്ങളിൽ ഒന്നാണ്.
ഐഡിയ 5 മണിക്കാണ്. ഇപ്പൊ കഴിഞ്ഞ അങ്ങനെ ഒരു വിഷയമുണ്ട് ഇത് വേണം എപ്പോഴും വരാറുണ്ട്. ഇത് ഫ്രണ്ടല്ല, റഷ്യക്കാരാണ്.
കൊണ്ടാണ് അല്ലെങ്കിൽ ഭയങ്കര തള്ളായിരുന്നു. ചായടിയല്ലോ. ഇട്ടിട്ട് ഞാൻ ഇത് ചെയ്ത് അയച്ചു തരാം. കുടിച്ചോ, നിങ്ങൾ ഇങ്ങോട്ടൊന്നും നോക്കണ്ട. നാച്ചുറൽ. ആ ആ അല്ല, ഈ ആൾക്കാരോട് പറഞ്ഞാൽ കേൾക്കത്തില്ല. അവരങ്ങ് ഇടുവന്നാലും കഴിഞ്ഞ പ്രാവശ്യം മാറ്റമുണ്ട്. ആ അതല്ല, കഴിഞ്ഞ പ്രാവശ്യമാണ് ഇതിങ്ങനെ തുടങ്ങിയത്. ആ ഇല്ലെങ്കിൽ നിങ്ങൾ ആരാ നിയമിച്ചേക്കുന്നത്? പഞ്ചായത്തിൽ നിന്ന്. ആ പഞ്ചായത്തിൽ നിന്നുള്ള ഹരിതകർമ്മസേന ബ്ലോക്കിൽ നിന്ന് ഇങ്ങോട്ട് നിയോഗിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അതിന് നിങ്ങൾക്ക് പ്രത്യേകം പേയ്മെൻ്റ് ഇല്ല കേട്ടോ, സേവനം മാത്രം. ഇത് ഇതിന് ചുറ്റുമുള്ള 5 പഞ്ചായത്ത് ഏതൊക്കെയാണ്? ആ അതും പിന്നെ വർക്കല മുനിസിപ്പാലിറ്റി. ആ അതൊരു നല്ല കാര്യം. കാലത്ത് ഒരു സെക്ഷൻ, ആ അങ്ങനെ. കാലത്ത് 8 മണി തൊട്ട് വൈകിട്ടേക്ക് 1 മണി, പിന്നെ 2 മണി തൊട്ട് 6 മണി വരെ. ലൈറ്റുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് മാത്രം. കാരണം ഇവിടെ 24 മണിക്കൂറും ഇതുള്ളതാണല്ലോ. ഇനിയിപ്പോൾ ഇത് 2-ാം തീയതി വരെ ഉണ്ടല്ലേ? ആ അത് കഴിഞ്ഞ് പിന്നെ 3-ാം തീയതി ഞാൻ അദ്ദേഹം വളരെ പ്രിയപ്പെട്ടവരെ ഇത്തരം പ്രവർത്തന തീർത്ഥാടകരായിട്ടുള്ള ഈ വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സ്വയമുള്ള സമ്മേളനം ശിവരി തീർത്ഥാടന മഹാമഹം 92 വർഷം ആകുമ്പോഴേക്കും ഒരു ജനസഞ്ചയത്തിൻ്റെ കൂട്ടായ്മയും ആശയങ്ങൾ ധാരാളം ചർച്ച ചെയ്യുന്ന ഒരു വലിയ വേദിയുമായി കാണിക്കുന്നു. 1-2 വർഷം മുമ്പ് ഇത് ആരംഭിക്കുന്ന സമയത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെ ഇങ്ങനത്തെ തീർത്ഥാടനം നടത്തണമെങ്കിൽ അത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതായിരിക്കണം. അങ്ങനെ ഒരു ശുദ്ധീകരണമാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ 8 പ്രധാനപ്പെട്ട മേഖലകളിലാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത്. വെറും തീർത്ഥാടനമല്ല, വന്നിട്ട് വിവിധ മേഖലകളെ പറ്റി ചർച്ച ചെയ്യുന്നതിന് നിങ്ങൾ തയ്യാറാവണം എന്ന് അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞതനുസരിച്ചിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ വിവിധ മേഖലകളെ സംബന്ധിച്ചുള്ള ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്ന വേദി. ലോകത്തെ സമ്പാദിച്ച സംഭാവന ചെയ്ത കാര്യങ്ങളെപ്പറ്റി നമുക്കെല്ലാം അറിയാം. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അടുത്തുവരെ ഇതിൻ്റെ സന്ദേശം എത്തിക്കുവാൻ ഇവിടുന്ന് സാവന്മാരുടെ ഈ സംഘം അവിടെ ചെയ്യുകയും അദ്ദേഹത്തെ ഇവിടത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സർവ്വത സമ്മേളനവും
മതം എല്ലാ മതങ്ങളും ചേർന്നിട്ട് ഒരുമിച്ച് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആശയമൊക്കെ ഓരോ കാലത്തും പറഞ്ഞ് ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ ഓരോ തലത്തിലും കൊണ്ടുവരുന്നത് പ്രസക്തമാവുന്ന ഒരു കാലമാണ്. മതമേഖലയിലെ മനുഷ്യൻ നന്നായാൽ മതി ഇന്ന് ലോകത്താകെ നടക്കുന്ന കലാപങ്ങളുടെ അന്തരീക്ഷം യുദ്ധങ്ങളും അതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന മനുഷ്യന് സമാധാനമില്ല. അത് മതത്തിന്റെയും ജാതിയുടെയും വംശീയതയും നമ്മുടെ മധ്യേഷ്യയിൽ നടക്കുന്ന വലിയ യുദ്ധങ്ങളുണ്ട്. 25,000 കൊച്ചു കുഞ്ഞുങ്ങളാണ്, പിഞ്ചു കുഞ്ഞുങ്ങളാണ് ആയുധം വെടിയേറ്റിട്ടോ ബോംബേറ്റിട്ടോ വലിയ യുദ്ധം നടക്കുന്നു. ഇത്തരം യുദ്ധത്തിലേക്ക് അന്തരീക്ഷം കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന് അവരുണ്ടാക്കിയിട്ടുള്ള നല്ല നേട്ടങ്ങളും സുഖമായി അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്ന ആവശ്യങ്ങളുണ്ട്. പക്ഷെ അവന്റെ നിങ്ങളോടില്ലാതെ എന്തെടുക്കാൻ നിങ്ങളെ മനുഷ്യനെ അവരുടെ അഭിമാനം വലിയ അഭിമാനമില്ലാതെ തന്നെ വളരെ ദുർബലമായ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന സാങ്കേതികവിദ്യയാണ്. ഈ സാങ്കേതികവിദ്യയൊക്കെ ഇത്ര ഇല്ലായിരുന്നു പണ്ട് ഈ ആശയങ്ങൾ ആദ്യമായി പറയുന്നത്. കുട്ടികളുടെ വേദികൾ നടക്കുന്നത് തിരുവിതാംകൂറിന്റെ അന്നത്തെ ഏറ്റവും പ്രധാനമായ ഈ സ്ഥലത്ത് സാങ്കേതികവിദ്യയുടെ പ്രയോഗം നല്ലതുപോലെ താഴെക്കൂടിയാണ് പഴയ തുരങ്കപാത കനാൽ പോകുന്നത് എന്ന് എടുത്തു പറയുന്നതാണ്. അന്നത്തെ കാലത്ത് ഒരു കാലം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് വടക്കൻ മേഖല വരെ പോകാവുന്ന കോവളത്തുനിന്ന് തീരദേശ കനാൽ വഴി പോകാവുന്ന കനാല് ഈ തിരുവരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഏകദേശം 1 കിലോമീറ്റർ ദൂരം വളരെ താഴ്ചയിൽ കൂടിയുള്ള തുരങ്കപ്പാത ഉണ്ടായിരുന്ന സ്ഥലമാണിത്. റെയിൽവേയും തുരങ്കപ്പാതയും ഒക്കെയുള്ള ആ സ്ഥലത്തിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഈ തീർത്ഥാടന കാലത്ത് സാങ്കേതികവിദ്യ സംസാരിക്കുന്നത്. അന്ന് വന്ന അത്തരം സാങ്കേതികവിദ്യ ഉൾപ്പെടെ മോട്ടോർ വാഹനങ്ങൾ ഏറെ ഇല്ലാത്ത കാലത്ത് ചെറിയ ചക്രങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ആ പ്രാഥമിക കാലത്ത് തന്നെ സാങ്കേതികവിദ്യയെ പറ്റി പറയാൻ കാരണമെന്ന് ഏറ്റവും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രമേ മനുഷ്യൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഏത് വിദ്യയാണോ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണോ ആ വിദ്യ നിങ്ങൾ ആർജിച്ചുകൊണ്ടേയിരിക്കണം. അധ്യാപകരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പഠിക്കണം. ഉണ്ടാവുന്ന വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇത് സാങ്കേതിക വിദ്യ പഴയതുപോലെ കോടാനുകോടി രൂപ എവിടെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ സ്വത്തിൽ മാത്രം ഒതുക്കുന്നത്. ഇപ്പോൾ നോളജ് എക്കോണമിയാണ്, അറിവാണ് ഇന്ന് പണം. അങ്ങനെ പണം ഉണ്ടാവുന്നത്, സ്വത്തുണ്ടാവുന്നത് ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് മാത്രം പോരാ, സമൂഹത്തിന് കിട്ടണം. അതാണ് ഇന്ന് സാങ്കേതിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം. നമുക്കിപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയാക്കാൻ കഴിയില്ല. ആ മേഖലയിൽ എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പരിമിതമായ സ്ഥാപനങ്ങളുടെ മേധാവികളാണ് ഇവിടെ വരുന്നത്, പങ്കെടുക്കുന്നത്. അവരുടെ അനുഭവങ്ങളൊന്നും പറയുന്നു. പക്ഷെ കേരളത്തിൽ ലോകത്തെ ഏറ്റവും നല്ല ഗ്രഫീൻ പോലെയുള്ള ലോഹങ്ങൾ, അതിന് നമ്മുടെ കേരളത്തിലെ LDF സർക്കാർ മുൻകൈയെടുത്ത് അതിനുള്ള റിസർച്ച് സെന്റർ തുടങ്ങിയിട്ടുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് തുടങ്ങി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയും നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മേഖലകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും മാതൃകയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ ടെക്നോ പാർക്കിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ് അദ്ദേഹം വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക്, അതായത് IT മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ടെക്നോ പാർക്ക് തുടങ്ങിയത് കേരളത്തിലാണ്. അന്നത്തെ കാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനായ CK നായനാരും ശ്രീമതി KR ജോലിയമ്മ വ്യവസായ മന്ത്രി കൂടി അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കണ്ട IT രംഗത്തെ, കമ്പ്യൂട്ടർ രംഗത്തെ ഒരു വലിയ പാർക്കുകൾ ഇതുപോലെ ഉള്ള ഒരു കേരളത്തിൽ തുടങ്ങുമല്ലോ എന്നാലോചിച്ച് ഒന്ന് തുടങ്ങിയതാണ് കേരള യൂണിവേഴ്സിറ്റി. പിന്നത്
തിരുവനന്തപുരത്തെ സ്വന്തത്തിൽ നമുക്ക് ജോലി കൊടുക്കുന്നത് വലിയ പാർക്കായി മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട് മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ ഏറ്റവും പുതിയ അത്തരം സ്ഥാപനങ്ങൾ വരുന്നു. അതിനൊപ്പം ഏറ്റവും ഒടുവിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഒടുവിലുള്ള ബയോ ഇൻഫർമേഷൻസിലെ ടീച്ചറി അധ്യാപകരാണ് അദ്ദേഹം അടക്കമുള്ളതാണ് സംസാരിച്ചത്. പുതിയ മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ഗുരുദേവന്റെ ആ തലപ്പൊക്കമുള്ള വലിയ പ്രജകളുടെ ആശയങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രാദേശികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രായോഗികമായ കാര്യമാണ്. വിദ്യകൊണ്ട് സ്വതന്ത്രരാവുകയും സംഘടന കൊണ്ട് ശക്തരാവുകയും ചെയ്യുന്നത് സാങ്കേതിക പറയുന്നത് എല്ലാവരും നിർവഹിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് തമിഴ്നാട് മോനെ എന്തുവിടാ കൂടുതൽ നമുക്ക് കരുത്ത് പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ കാലികമായ ഈ പ്രധാനപ്പെട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസകളും അഭിവാദ്യങ്ങളും. പുസ്തക പ്രഭാഷണം Minister for Finance of Kerala, Sachidananda Swami Subhananda, Swami Radhamara, മറ്റ് സ്വാമിമാരെ, വേദിയിൽ ഇരിക്കുന്ന വിശുദ്ധ വ്യക്തികളെ, ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനാരായണ ആഫ്റ്റർനൂൺ. ആദ്യമേ തന്നെ ഇത്ര വലിയൊരു മഹാസമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ച എൻ്റെ പരമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു എക്സ്പ്ലോറേഷൻ വിസ്ഫോടനമാണ്. ഒന്നാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുന്നത്, ഒന്നാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ നിന്നും രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് ഏതാണ്ട് 100 വർഷം എടുത്തു. ഒന്നാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടു രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതുപോലെ രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മൂന്നാമത്തേക്ക് നമ്മുടെ അവയവങ്ങളൊക്കെ
മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ 3D പ്രിൻറ്റിങ് മാറി 4D പ്രിൻറ്റിങ്ങും 5D പ്രിൻറ്റിങ്ങും 6D പ്രിൻറ്റിങ്ങിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനെ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരാം. ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മൈക്രോ പ്ലാസ്റ്റിക് എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, മൂന്നാമതായിട്ട് ഇലക്ട്രോണിക് വേസ്റ്റ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ ക്യാൻസറും കിഡ്നി രോഗവും ലങ് ഡിസീസും ഒക്കെ വരുമ്പോൾ എന്തോ സംഭവിച്ചു എന്ന് ചിന്തിക്കാറുണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളുമാകാം ഇതിലെല്ലാം പിന്നിൽ. പ്ലാസ്റ്റിക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പൊതുവെ പ്ലാസ്റ്റിക് എന്നാണ് പറയുന്നത് അല്ലേ. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതിനെ പൊതുവെ പറയുന്നത് മൈക്രോ മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളിമർ എന്നാണ്. പോളിമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രെയിൻ ഉണ്ടാക്കുന്ന പോലെ, ഒരു ട്രെയിൻ എങ്ങനെയാണ് ഒരു ബോഗിയിലേക്ക് വിവിധങ്ങളായ ബോഗികളെ ഘടിപ്പിച്ചാണ് ഒരു ട്രെയിൻ ഉണ്ടാക്കുന്നത്. ഈ മൈക്രോ മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ മോളിക്യൂൾസിനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മോളിക്യൂളുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ പോളിമർ അല്ലെങ്കിൽ മൈക്രോ മോളിക്യൂൾ. ആ പോളിമറിനകത്ത് തന്നെ 4 ഘടകങ്ങളുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് തന്നെ 2 തരത്തിലുണ്ട്, തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റും. മൂന്നാമത്താണ് റബ്ബർ, 4മത്താണ് ഫൈബേഴ്സ്. റബ്ബറിനെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാം. കളുടെ കളറ് കറുപ്പാണ്. എനിക്കൊരു ചുമന്ന കാറുണ്ട്, അല്ലെങ്കിൽ ഒരു വെള്ള കാറുണ്ട്. എന്തുകൊണ്ട് അതിൻ്റെ കളറ് വെള്ളയോ ചുവപ്പോ ആകുന്നില്ല? എന്തായിരിക്കും കാരണം? ഇതിൻ്റെ ഈ റബ്ബറിനകത്ത് ചേർത്തിരിക്കുന്ന ഒരു ഫില്ലർ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളാണ്. കാർബൺ ബ്ലാക്ക് നമ്മുടെ പഴയ കാലത്ത് വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാമ്പ് ബ്ലാക്ക്, അതുപോലെ ഉണ്ടാക്കുന്ന കാർബണാണ് എല്ലാ ടയറിൻ്റെയും അടിസ്ഥാനം. അതാണ് അതിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനും അടിസ്ഥാന ഘടകം ഈ കാർബൺ ബ്ലാക്ക്. നാളിത് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഈ ബോട്ടിലുള്ള ഈ പറയുന്ന കോൺസ്റ്റുവൻസ്, അതായത് പല കോൺസ്റ്റുവൻസ് അതെല്ലാം ഏതെങ്കിലും മീഡിയക്കാരൊന്നും എടുത്തോണ്ട് പോകും, അത് വേറെ കാര്യം. അതുകൊണ്ട് അവിടെ ഇത് ഫുള്ള് പബ്ലിക് ഏരിയ. വീഡിയോ എടുക്കണമെങ്കിൽ എങ്ങനെ പോകാൻ കഴിയും? പോവേണ്ടും. കണ്ണിയിടും. നീ വെച്ചിട്ട് ഞാൻ എടുത്തിക്കറേ. ജയിലിൽ പോകും. നടക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതന്നെയാണ്, ഞാൻ ഒരു 2001 ജർമ്മനിയിൽ ചെല്ലുമ്പോഴത്തേക്ക്, ജർമ്മനിയിൽ ഒരു ഇൻഡസ്ട്രിക്ക് വന്നപ്പോൾ, ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് 15 കിലോ മാത്രമാണ്. 15 to 20 കിലോ. അത് യൂറോപ്പിലും വന്നപ്പോൾ 85 കിലോ മുതൽ 100 കിലോ വരെയാണ് പെർ ക്യാപിറ്റ കൺസപ്ഷൻ. എന്ന് പറഞ്ഞാൽ ഒരു വർഷം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അത് പറയുന്നത്, ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെറും 15 കിലോ ഉള്ളൂ. മാക്സിമം 20 കിലോയാണെങ്കിൽ യൂറോപ്പിലും ജപ്പാനിലും യൂറോപ്പിലുമൊക്കെ 100 കിലോയിൽ കൂടുതലാണ്. എന്താ നമ്മുടെ പ്രശ്നം? നമുക്കൊരു കൾച്ചർ യൂസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ജർമ്മനിയിൽ ചെന്നപ്പോൾ അന്ന് ഈ പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ സെഗ്രിഗേറ്റ് ചെയ്തത്
കമ്പനികൾക്കയച്ച് കമ്പനി കൃത്യമായിട്ട് ഓരോ വീണ്ടും 24 വർഷം കൊടുക്കും. കർമ്മസേന നമ്മുടെ നാട്ടിൽ വന്ന് വീട്ടിൽ വന്നവരുടെ നമ്മുടെ വീട്ടിൽ വലിയ ഒരു ചിന്തയുണ്ടാകണം. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഓരോന്നിൻ്റെയും ഒരു വർഷത്തെ പ്രൊഡക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ വർഷമുള്ള പ്രൊഡക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും പ്ലാസ്റ്റിക്കുകളാണ് കൂടുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. മ്യൂസിക് ഇരുത്തൂല എല്ലായിടത്തും ഉണ്ട്. ഇവിടെയും ഇരുത്തൂല എല്ലായിടത്തും ഉണ്ട്. പ്ലാന്റുകളിലേക്ക് വരുന്നു. ഇമ്പാക്ട് ഓഫ് പ്ലാസ്റ്റിക് ഭയങ്കരമായൊരു ബന്ധം. ഉള്ളി മനുഷ്യനെ മാത്രമല്ല, മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയും പ്ലാന്റുകളെയും നമ്മുടെ വെള്ളത്തെയും എല്ലാം ഇത് വലിയൊരു കാര്യമാണ്. ദർശനത്തിനായി ശിവഗിരി തീർത്ഥാടന പദയാത്ര ശിവഗിരി 1ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്ര രാജഗീതിയിലൂടെ കടന്നു വരുന്ന വഴിക്കാരുകളിൽ നിരവധിയായ സാധുക്കളുടെയും സമരസുഖായ കടന്നു വരുന്നു. നമ്മൾ ആദ്യം വീട്ടിൽ പരീക്ഷിച്ചു. ഇതുപോലെയാണ് നമ്മൾ ഓരോ സ്ഥലത്തും പ്ലാസ്റ്റിക് കൂടിക്കിടക്കുന്നത്. ഇന്ധനമൊക്കെ ഈ പ്ലാസ്റ്റിക്കിനെ വിഴുങ്ങുവാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഏരിയയാണ് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ട്. ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആസ്പെക്ട് ഹാർംഫുൾ തിങ്. ഇതിനകത്തെല്ലാം ഹെവി മെറ്റൽസും എല്ലാം ഉണ്ട്. എൻ്റെ 1-2 സ്ലൈഡുകളുണ്ട്. എന്താ ചെയ്യുന്നത്? ഈ പ്ലാസ്റ്റിക്കിൻ്റെ കമ്പ്യൂട്ടർ നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് ആക്രി കടക്കാർ മേടിക്കും. ഈ ആക്രി കടക്കാർ മേടിച്ചിട്ട് ഇതിനെ അങ്ങ് കത്തിക്കുവാണ്. കത്തിച്ച് ഇതിൻ്റെ IC ചിപ്പോ മറ്റൊക്കെ എടുക്കാനായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ ഇവർ കത്തിക്കുമ്പോഴത്തേക്ക് വരുന്ന ഹസാഡസ് ആയിട്ടുള്ള ഗ്യാസ്, അത് കത്തുന്ന ചാരം, ഇതെല്ലാം കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഹെവി മെറ്റൽസ്. ഭയങ്കര ഹസാഡസ് ആയിട്ടുള്ള ഗ്യാസും അല്ലെങ്കിൽ ഇത് ഫോം ചെയ്തത് വെള്ളത്തിലേക്ക് ഏറ്റവും വലിയൊരു വിപത്താണത്.
നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ US നിന്നും അല്ലെങ്കിൽ അവിടുന്ന് പുറത്തുനിന്നൊക്കെ വരുമ്പം ഉപയോഗിച്ച കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ കൊണ്ടുത്തരും. ഇതെല്ലാം ഒരു വേസ്റ്റ് മറ്റുണ്ട്. ഇതെല്ലാം നമ്മൾ കുറച്ചാൾ ഉപയോഗിക്കും, ചിലപ്പോൾ നടക്കത്തില്ല. ഇതിനെല്ലാം നമ്മൾ അവസാനം ഈ കമ്പ്യൂട്ടർ സാധനങ്ങൾ വാങ്ങിച്ച് കത്തിച്ച് റീയൂസ് ചെയ്യാൻ വേണ്ടി കത്തിക്കുമ്പോഴത്തേക്ക് ജനറേറ്റ് ചെയ്യുന്ന ഈ മാലിന്യങ്ങൾ, ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽ ആ വീട്ടിലുള്ള അല്ലെങ്കിൽ അയലോക്കത്തുള്ളവർക്കും അത് ഹാനികരമാണെന്ന് പറയുന്ന പോലെ ഒരാളിവിടെ ഇത് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നിർഗമിക്കുന്ന വായു എടുത്ത് കാമിക്കുന്നത്. ഞാൻ ഉങ്ങളത് എടുക്കല്ലേ, അവരുടെ ഇത് മാത്രമേ എടുത്ത് ദൂരെ എടുത്തത് ദൂരെ എടുത്തത് ഉങ്ങളത് എടുത്ത് കാമിക്കല. ഗ്രീൻ പ്രോട്ടോകോൾ അതല്ലേ ഇത് ഗ്രീൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇതുപോലെ ഗ്രീൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആ മേഖലയിൽ ഒത്തിരി ഉള്ള ഈ ഫൈബറിനെ ആഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് എത്ര കുറയ്ക്കാൻ പറ്റി? 1.5 കിലോ അല്ലെങ്കിൽ 1 കിലോ 300 ഗ്രാമും പോളിമർ മാറ്റി ഞാൻ നാച്ചുറലി ബയോഡിഗ്രേഡബിൾ ആയിട്ട് മെറ്റീരിയൽ ആക്കി ഈ ഫൈബേഴ്സിൽ ചായ കുടിക്കാണ്ട് പോരെ. നമുക്ക് ഒത്തിരി കഴിവുകളുമായിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു സുന്ദരിയോ അല്ലെങ്കിൽ സുന്ദരനായ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പയ്യനെ കല്യാണം കഴിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹാപ്പി മാരീഡ് ലൈഫാണ്. ഇതായിട്ട് മകത്വത്തിയെ ഇന്നും നമ്മൾ സ്മരിക്കപ്പെടുന്നുണ്ടല്ലേ. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിക്ക് അവിടെ ഒരു പ്രതിജ്ഞ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്ത് എന്റെ മരണശേഷം ഫോട്ടോ എടുക്കട്ടെ, ചുമ്മാ ഏകദേശം വേണോ? നിന്നെ അങ്ങോട്ട് നീങ്ങാം. അല്ല എനിക്ക് അങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ എടുത്ത് പോകാം. നിങ്ങളുടെ എടുക്കണോ?
ഞങ്ങളൊക്കെ നല്ല ടൗണിൽ ഇരുന്ന് അതെ ഇപ്പോൾ കഴിഞ്ഞില്ലേ അങ്ങനെ ഒരു വിഷയമുണ്ട് ഇത് വേണമെങ്കിൽ എപ്പോഴും വരാറുണ്ട് ഇത് ഫ്രണ്ടല്ല ഫ്രണ്ട്